വോട്ടെണ്ണൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ UDFന് ഐതിഹാസികമായ ഒരു ചരിത്ര വിജയത്തിലേക്ക് കുതിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 102 സീറ്റുകളിലാണ് ഇപ്പോൾ UDF മുന്നേറ്റം തുടരുന്നത്. ഈ ഐതിഹാസികമായ വിജയം നൽകിയ കേരളത്തിലെ ജനങ്ങളോട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിജയം ഒരു ചരിത്രപരമായ അനിവാര്യതയായിരുന്നു എന്നതാണ് തെളിയിക്കുന്നത്. കേരള ജനത കഴിഞ്ഞ 10 വർഷം അനുഭവിച്ച ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കണക്കിലെടുത്തുകൊണ്ട് നടത്തിയ ഒരു ജനവിധിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഈ ജനവിധി ഞങ്ങളെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റുന്നു. ഈ ജനവിധിയെ ആദരവോടെയും ബഹുമാനത്തോടെയും ഞങ്ങൾ കാണുന്നു. വളരെ വിനയത്തോടെ ഈ വിധി നൽകിയ ജനങ്ങളോടുള്ള പ്രത്യേക നന്ദി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഒരു കാര്യം വളരെ വ്യക്തമാണ്. കേരളത്തിലെ UDF പ്രവർത്തകന്മാർ, നേതാക്കന്മാരും ഒരു മനസ്സോടെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി പ്രവർത്തിച്ചത്. പ്രചരണ സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ പ്രചരണ പരിപാടികൾ കോർഡിനേറ്റ് ചെയ്യുന്നതോടൊപ്പം കേരളത്തിലുടനീളം സഞ്ചരിച്ച് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തിയ ഒരു വ്യക്തി എന്ന നിലയിൽ 100 സീറ്റ് കിട്ടും എന്ന് ആദ്യം മുതൽ ഞങ്ങൾ എല്ലാവരും വിലയിരുത്തിയതാണ്. 100 സീറ്റിലേക്ക് എത്തുമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ പലരും അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഞങ്ങളുടെ അവകാശവാദത്തെ സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങൾക്ക് LDFന് അതുക്കും മേലെ കിട്ടുമെന്നാണ്. ഇപ്പോഴെന്തുണ്ടായി എന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അപ്പൊ 10 വർഷക്കാലത്തെ ഇടതുമുന്നണിയുടെ ദുർഭരണം, ഓരോ തെരഞ്ഞെടുപ്പിലും ഉണ്ടായ പരാജയം, അതൊന്നും ഗവൺമെന്റിന്റെ വിധിയെഴുത്തല്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20-ൽ 18 സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ അവർ പറഞ്ഞു ഇത് കേരള ഗവൺമെന്റിനെതിരായ വിധിയെഴുത്തല്ല എന്ന് പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ KPCC പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് 2011-ൽ കിട്ടിയ വിജയത്തിനേക്കാൾ വലിയ വിജയം ഇപ്പോൾ കിട്ടിയപ്പോൾ അതും സർക്കാരിനെതിരായ വിധിയെഴുത്തല്ല എന്ന് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞു. ഇപ്പോഴത്തെ വിജയമുണ്ടാകുമ്പോഴും ഇനി അത് തന്നെയായിരിക്കും ഇവർ പറയാൻ പോകുന്നത്. ഒരു പാർട്ടി എന്ന നിലയിൽ CPM ഗുരുതരമായ ജീർണത നേരിടുന്നു എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.